നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസി അടിക്കുക, ഓസുക, ക്ലാപ്പൽ തുടങ്ങിയ പദങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ പദങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ന്യൂജൻ വേർഡ് പോലെ കടന്നുകൂടിയതായിരിക്കും എന്നാണ്. ഇപ്പം നമ്മൾ അടിപൊളി എന്ന വാക്ക് പറയാറുണ്ട്, കലക്കാച്ചി, കിടുക്കാച്ചി എന്നൊക്കെ വാക്ക് പറയാറുണ്ട്. അതൊക്കെ ഒരു ന്യൂജൻ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന വാക്കുകളാണ്. അങ്ങനെ കടന്നു വന്ന വാക്കുകളാണ് ഈ ഓസി അടി, ക്ലാപ്പൻ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയപ്പോഴാണ് മനസ്സിലായത് ഈ വാക്കുകൾക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ അത്രയും പഴക്കമുണ്ട് എന്ന്. ഈ രണ്ട് വാക്കുകളും മലയാളത്തിലേക്ക് വന്നതിൻ്റെ പിന്നിലെ കഥകളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. കഥ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, മറന്നുപോകല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാപ്പൻ എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മദ്രാസ് പ്രസിഡൻസിയിൽ മദ്രാസ് ഗവർണറുടെ കീഴിൽ റവന്യൂ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആർതർ റോളണ്ട് നാപ്പ്. അദ്ദേഹം 1891 മുതൽ 1925 വരെയാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഈ കാലഘട്ടം അത്രയും അദ്ദേഹം ചെയ്ത ഭൂരിഭാഗം കാര്യങ്ങളും ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശീയരായ ഇന്ത്യക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയും അങ്ങനെ ഇദ്ദേഹം അന്വേഷണം നടത്തി പല ശുപാർശകളും പരിഷ്കാരങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ആ പരിഷ്കാരങ്ങളും ശുപാർശയും ഒക്കെ ആർക്കും ഒരു ഗുണമില്ലാത്തതായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശീയരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല. ചിലപ്പോൾ അത് ഏകപക്ഷീയമായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ശുപാർശകൾ മാത്രമായി പോകാറുണ്ട്. ഉദാഹരണമായിട്ട് ഇദ്ദേഹം ഇടപെട്ട ഒരു വിഷയമായിരുന്നു മദ്രാസിലെ തൊഴിൽ പ്രശ്നം. പ്രധാനമായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിഷയമായിരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ, കോൺസ്റ്റബിൾ മുതലായ താഴ്ന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ഇയാളെ ഏൽപ്പിച്ചു. അവർ പ്രധാനമായിട്ട് നേരിട്ടിരുന്ന പ്രശ്നം ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അവർക്ക് ലഭിച്ചിരുന്ന ശമ്പളം, ഡ്യൂട്ടി ബാറ്റ, യാത്രാ ഭത്തയൊക്കെ വളരെ കുറവായിരുന്നു. എന്ന് മാത്രമല്ല ഇവർക്ക് ചില കാര്യങ്ങൾ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഇവർ ധരിച്ചിരുന്ന യൂണിഫോം അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അലക്കുകയും ഇസ്തിരിയിടുകയും ചെയ്യണം. അത്തരം ചിലവുകൾ ക്ലെയിം ചെയ്ത് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ക്ലെയിമുകളൊന്നും കൃത്യമായ സമയത്ത് ഇവർക്ക് അനുവദിച്ച് ലഭിച്ചിരുന്നില്ല. ഇതുകൂടാതെ തന്നെ ഇവരുടെ ചെലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, വെള്ളത്തിന് കൊടുക്കേണ്ട ചാർജ്, കോർപ്പറേഷൻ ചാർജുകളൊക്കെ ഇവർക്ക് വലിയ ബാധ്യതയായി തീർന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ തസ്തികയിലുള്ളവർക്ക് ഉദ്യോഗക്കയറ്റം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. ഈ നാപ്പ് ഇതെല്ലാം പഠിച്ച് വിശദമായൊരു റിപ്പോർട്ടും ശുപാർശയും ഒക്കെ ആയിട്ട് വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ശുപാർശ ഇവരുടെ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. കോൺസ്റ്റബിൾമാർക്ക് 18 രൂപയും ഹെഡ് കോൺസ്റ്റബിൾമാർക്ക് 26 രൂപയുമായിട്ട് ശമ്പളം നിജപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഈ കാര്യം പോലീസുകാർ അംഗീകരിച്ചില്ല, സർക്കാർ ഒട്ട് നടപ്പിലാക്കിയതുമില്ല. ഇങ്ങനെ പല ശുപാർശകളും ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മദ്രാസ് വിദ്യാഭ്യാസ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, മദ്രാസ് പ്രസിഡൻസിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിലൊക്കെ ബ്രാഹ്മണർ അല്ലാത്തവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം ഇദ്ദേഹത്തെയാണ് പഠിക്കാൻ ഏൽപ്പിച്ചത്. പക്ഷേ അതിനും കാര്യമായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം കൈവച്ചിട്ടുള്ള ഈ വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഹിസ്റ്റോറിക് ആലീസ് എന്നുള്ള വെബ്സൈറ്റിന്റെ പേര്, ചരിത്രത്തിന്റെ ഇടനാഴികൾ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് മലബാറിന്റെ ചരിത്രമാണ്. അതിലൊരു ചാപ്റ്റർ ഈ നാപ്പിനെ കുറിച്ച് മാത്രമാണുള്ളത്. അദ്ദേഹം ഇടപെടാൻ ശ്രമിച്ച വിവിധ വിഷയങ്ങളും അതെങ്ങും ഫലപ്രാപ്തിയിൽ എത്താതെ പോയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചാപ്റ്ററിന്റെ ലേഖകൻ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ വിശേഷിപ്പിക്കുന്നത് നാപ്പിസം എന്നാണ്. അതായത് പേപ്പറിൽ കാണുമ്പോൾ വളരെ നല്ല ശുപാർശകളാണ്, പക്ഷെ ഒരിക്കലും അത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ തുഗ്ലക് പരിഷ്കാരങ്ങൾ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം പഠിച്ചു തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് ഭാരതീയർക്കോ മലയാളികൾക്കോ മലബാറിലുള്ളവർക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ദുരന്തത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. അത് 1922 വാഗൺ ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. ആ ദുരന്തത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏൽപ്പിച്ചത് നാപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയായിരുന്നു. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. 32 വ്യത്യസ്ത യാത്രകളിലായി 2500 തടവുകാരെ കടത്താൻ ഇതുപോലുള്ള 2 ബോഗികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അപായം സംഭവിച്ചിട്ടില്ല. ഇദ്ദേഹം ഈ റിപ്പോർട്ടിലൂടെ ശ്രമിക്കുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വെള്ളപൂശാണ്, അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാന്ന് വരുത്തി തീർക്കാനാണ്. അതിനുവേണ്ടി മുൻപ് ഇതേപോലെ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വാഗണിൽ 3 അറകളിലായിട്ട് 100 പേരെയാണ് കുത്തി നിറച്ച് കൊണ്ടുപോയത്. അതിൽ 70 പേരും മരണപ്പെട്ടു. അത്രയും വലിയൊരു ദുരന്തത്തെയാണ് അദ്ദേഹം ഈ വിധം ന്യായീകരിച്ചിരിക്കുന്നത്. വായുപ്രവാഹത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. ദുരന്തം സംഭവിച്ച ട്രെയിനിന്റെ ജനലുകൾ തുണി കൊണ്ട് മൂടിയിരുന്നു. പെയിന്റ് ശ്വാസതടസ്സമുണ്ടാക്കി.
കൊണ്ടുപോയ യാത്രക്കാർക്ക് മതിയായ വായുപ്രവാഹം ലഭിച്ചില്ല. നേരത്തെ ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച 3 പൂർണ്ണമായി അടക്കാത്ത വായുപ്രവാഹമുള്ള വാഗണുകളായിരുന്നു. അവ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. തടവുകാരോട് മനുഷ്യത്വരാഹിത്യത്തിൻ്റെ പ്രശ്നവുമില്ല. ഈ രീതിയിലൊക്കെയാണ് അദ്ദേഹം ന്യായീകരിച്ച് പോയിരിക്കുന്നത്. എന്നല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ അവയുടെ ഉപയോഗം ന്യായീകരിക്കാവുന്നതാണ്. പക്ഷേ ഉപയോഗത്തിന് മുമ്പ് ഓരോ വാഗണും വായുപ്രവാഹമുണ്ടോ എന്ന് പ്രത്യേകം നേരത്തെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടിയിരുന്നു. ദുരന്തത്തിൻ്റെ പ്രധാന ഉത്തരവാദി റെയിൽവേ കമ്പനിയും അതിൻ്റെ പ്രാദേശിക പ്രതിനിധിയായ ട്രാഫിക് ഇൻസ്പെക്ടറുമാണെന്ന് സമിതി മനസ്സിലാക്കുന്നു. അതായത് പോലീസിനോ നിയമ സംവിധാനത്തിനോ യാതൊരു ഉത്തരവാദിത്വമില്ല. ആ ബോഗി നിർമ്മിച്ച് നൽകിയ കമ്പനിക്കും അത് പരിശോധിച്ച റെയിൽവേ ട്രാഫിക് ഇൻസ്പെക്ടറുമാണ് കുറ്റക്കാർ എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ സർക്കാർ ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. ഒരു കാര്യം മാത്രം, ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരുന്ന സർജൻ ആൻഡ്രൂസിനെയും ഇയാൾ കുറ്റവിമുക്തനാക്കിയിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷേ അത് സർക്കാർ തള്ളിക്കളഞ്ഞു. ആൻഡ്രൂസിനെയും മറ്റൊരു കോൺസ്റ്റബിളിനെയും ചേർത്തിട്ടാണ് പിന്നീട് കുറ്റപത്രം തയ്യാറാക്കിയത്. പക്ഷേ പിന്നീടുള്ള വിചാരണയിൽ ഇവർ രണ്ടുപേരെയും വെറുതെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ തദ്ദേശീയരായ നമ്മൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത രീതിയിലാക്കി തീർക്കുന്നതിൽ ഇയാൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ പല പ്രവൃത്തികളും നാപ്പിസം എന്ന പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1920 മദ്രാസ് വിദ്യാഭ്യാസ ബിൽ, 1921 ബിന്നി മിൽ സമരം തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇയാൾ നടത്തിയിട്ടുള്ള ഇടപെടലുകളൊന്നും ഫലവത്തായില്ലെന്ന് മാത്രമല്ല ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത രീതിയിലായിരുന്നു. അങ്ങനെ ഒരു ഉപകാരവുമില്ലാതെ ചെയ്തിരുന്ന പ്രവൃത്തികളെയാണ് നാപ്പിസം എന്ന പേരിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളുടെ പേര് ഉച്ചരിക്കുമ്പോൾ നാപ്പ് എന്നാണെങ്കിലും എഴുതുമ്പോൾ KNAPP എന്നാണ് എഴുതുന്നത്. നമ്മൾ നൈഫ് എന്ന വാക്ക് എഴുതുന്ന പോലെ KNIFE എന്ന് എഴുതുന്ന പോലെ ഈ നാപ്പ് എന്ന പേര് പിന്നീട് ക്നാപ്പ് എന്ന് ഉച്ചരിക്കുകയും അത് മലയാളീകരിച്ചപ്പോൾ ക്നാപ്പൻ എന്നായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ഉപകാരവുമില്ലാത്ത കാര്യം ചെയ്യുന്നവരെ നമ്മൾ ക്നാപ്പൻ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇതാണ് ക്നാപ്പൻ എന്ന പദത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിലുള്ള കഥ. രണ്ടാമത്തേത് OCD എന്ന വാക്കിന് പിന്നിലുള്ള കഥയാണ്. ഇതും ബ്രിട്ടീഷ് ഭരണകാലവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അന്നത്തെ കാലത്ത് തപാൽ സർവീസിന് ഇന്നത്തെ പോലെ തന്നെ കാശ് കൊടുക്കണമായിരുന്നു. കത്തയക്കുന്നതിന് സ്റ്റാമ്പിന് പൈസ കൊടുക്കണം. പാർസൽ സർവീസ് അയക്കുന്നതിന് അതിൻ്റെ ഭാരവും വലിപ്പവും അനുസരിച്ചുള്ള തുക കൊടുക്കണം. പക്ഷേ കമ്പനിയുടെ ആവശ്യത്തിനാണ് ഈ കത്തുകൾ അയക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പാഴ്സലുകൾ അയക്കുന്നതെങ്കിൽ അതിന് പൈസ കൊടുക്കേണ്ട എന്നുള്ളൊരു സംവിധാനം അന്ന് നിലവിലുണ്ടായിരുന്നു. അത്തരം കത്തുകൾ OCS എന്ന പേരിൽ മാർക്ക് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ OCS എന്ന സീൽ അത്തരം കത്തുകളിലുണ്ടാകും, പാഴ്സലിലുണ്ടാകും. അവയ്ക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി സൗജന്യമായി അയക്കാനുണ്ടായിരുന്ന സാഹചര്യം ബ്രിട്ടീഷുകാരും അതേപോലെ തന്നെ ഈ തപാൽ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന മറ്റു ചില ഇന്ത്യക്കാരും ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. സ്വന്തം ആവശ്യത്തിന് വേണ്ടി, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി കത്തുകൾ അയക്കുമ്പോഴും പാഴ്സൽ അയക്കുമ്പോഴും അതിൽ OCS എന്ന് രേഖപ്പെടുത്താൻ തുടങ്ങി. ഒരുപക്ഷെ തപാൽ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കില്ല കേട്ടോ. ഈ ഒരു സാധ്യതയെക്കുറിച്ച് അറിവുള്ള പലരും ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവണം. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കത്തുകളും പാഴ്സലും അയക്കുമ്പോൾ അതിൽ OCS എന്നടിക്കും. അവർക്ക് പൈസ കൊടുക്കേണ്ട, സൗജന്യമായിട്ട് സ്വന്തം കാര്യം നടത്താൻ കഴിയും. കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള യാത്രകൾ, താമസം, ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബില്ല് എഴുതി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതിലും OCS എന്നാണ് രേഖപ്പെടുത്തുക. ഓൺ കമ്പനി സർവീസസ് എന്നാണ് ഈ OCS എന്ന വാക്കിൻ്റെ പൂർണ്ണ രൂപം. അങ്ങനെ കമ്പനി ആവശ്യത്തിന് വേണ്ടിയുള്ള യാത്രാ ചെലവും താമസ ചെലവും ഭക്ഷണ ചെലവുമൊക്കെ OCS എന്ന പേരിൽ എഴുതിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മറ്റു പലർ ദുരുപയോഗം ചെയ്തു. വ്യക്തിപരമായ യാത്രകൾ, താമസം, ഭക്ഷണം, ആ ചെലവുകളൊക്കെ ഈ OCS സീല് ബില്ലിനടുപ്പിച്ച് അവർ ക്ലെയിം ചെയ്തെടുക്കുമായിരുന്നു. പിന്നീട് OCS എന്നത് OC എന്നറിയപ്പെടാൻ തുടങ്ങി. കമ്പനിയുടെ ചെലവിൽ സ്വന്തം കാര്യം നടപ്പിലാക്കുക. ഇത് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചെങ്കിലും മറ്റൊരാളുടെ ചെലവിൽ, അത് ഭക്ഷണമായിക്കോട്ടെ, താമസമായിക്കോട്ടെ, വ്യക്തിപരമായ മറ്റെന്തെങ്കിലും ആവശ്യമായിക്കോട്ടെ, മറ്റൊരാളുടെ ചെലവിൽ സ്വന്തം കാര്യം നടത്തിയെടുക്കുന്നതിനെ OC അല്ലെങ്കിൽ OCD എന്ന പേരിൽ വിശേഷിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് OC അടിക്കുക, ഓസുക, ഓസിന് പോവുക പോലുള്ള പ്രയോഗങ്ങൾ നമ്മുടെ ഭാഷയിലേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് OCD, ക്നാപ്പൻ എന്നീ പദങ്ങൾക്ക് പിന്നിലുള്ള കഥകൾ. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കഥയിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റൊരു കഥയുമായി നമ്മൾക്ക് ഇനിയും കണ്ടുമുട്ടാം. നമസ്കാരം.